ഹായ് നമസ്കാരം, എല്ലാവർക്കും നാടുകാണി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബേക്കറിയിൽ നല്ല മുരിഞ്ഞ ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 30 കിലോ മൈദ. ഈ മൈദയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മുട്ട, ഈസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഒരു 4-5 കിലോ പഞ്ചസാര എന്നിവ ചേർത്തതിന് ശേഷം അതിൻ്റെ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യമെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർക്കാൻ കിട്ടും. അത് കഴിഞ്ഞ് മിക്സർ നമ്മൾ ഓണാക്കുകയാണ്. ഓണാക്കിയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ആകാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ട് വരാനായിട്ട്. പണ്ട് കാലത്ത് ഈ മിക്സിങ് കൈകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മേശയുടെ മുകളിലേക്ക് ഈ മാവെല്ലാം കൂടി ഇട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് 2-3 പേര് ചേർന്ന് ഏകദേശം 2-3 മണിക്കൂർ എടുത്ത് മിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ മെഷീനൊക്കെ അത് റീപ്ലേസ് ചെയ്തതുകൊണ്ട് വളരെ എളുപ്പമുണ്ട്. ഇനി ഇത് മിക്സ് അതിൻ്റെ പ്രോപ്പർ അവസ്ഥയിൽ എത്തിയോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു മാർഗ്ഗമുണ്ട്. അതിനായിട്ട് നമ്മൾ ഇത് കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ വലിച്ച് നോക്കുമ്പോൾ നമ്മുടെ റബ്ബർ പാടയൊക്കെ പോലെ ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് പ്രോപ്പറായിട്ട് മിക്സായി എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് ഏകദേശം നല്ലതുപോലെ മിക്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പടി എന്ന് പറയുന്നത് ഇത് എടുത്തു മാറ്റണം. ഇതിനകത്ത് മിക്സറിനകത്ത് നമ്മളിത് പുറത്തേക്ക് എടുത്തു മാറ്റണം. അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടിരിക്കുന്ന ഭാഗമുണ്ട്. അത് അങ്ങോട്ട് ഇത് എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനിയാണ് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. മാവ് മൊത്തം മിക്സറിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളിത് തൂക്കി അതിൻ്റെ ആവശ്യത്തിനുള്ള തൂക്കം, അത് 250-350 എത്രയാണെങ്കിൽ വെച്ചാൽ അത് തൂക്കി നമ്മൾ മാറ്റുകയാണ്. ഇത് തൂക്കി മാറ്റിയതിന് ശേഷം പിന്നീട് ഇത് അടിച്ച് പരത്തി ഉരുട്ടി നമ്മളതിൻ്റെ അച്ചിലേക്ക് മാറ്റുന്നു. അപ്പം ഇത് ആ പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അത് മടക്കി ഉരുട്ടി അതിൻ്റെ അച്ചിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഇങ്ങനെ ഈ അച്ചിൽ ഇരുന്നതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ പോരാ, 1 മണിക്കൂർ മിച്ചം വേണം നമ്മൾ അവിടെ എങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന ആ മാവ് പതുക്കെ നമ്മുടെ അപ്പത്തിനൊക്കെ പൊളിച്ചു വരുന്ന പോലെ അത് പൊന്തി വരും. അപ്പോൾ പൊന്തി വന്നു കഴിയുമ്പോഴാണ് നമ്മളിത് അതിൻ്റെ ബേക്ക് ചെയ്യാനുള്ള ബോർമയിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഇതാണ് നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ബോർമ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്യുന്നത്. വീടുകളിലൊക്കെ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓവനാണ് ഉപയോഗിക്കുന്നത്. വലിയ ബേക്കറികളിലും നമ്മൾ ഓവനാണ് ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് പരമ്പരാഗത ശൈലിയിലുള്ള ബ്രെഡ് പ്രൊഡക്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ബോർമയിലാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ കോക്കനട്ട് ഷെല്ല് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം അത് കത്തിച്ച് കഴിഞ്ഞ് ഒരു 20-25-30 മിനിറ്റൊക്കെ കഴിയുമ്പം ഈ ബോർമ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബ്രെഡിൻ്റെ ആ അച്ചോട് കൂടി നമ്മൾ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ തീ കത്തിച്ച് കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ചൂടാകും. ഇപ്പം നമുക്ക് കാണാം, ഇനി ഇതിൻ്റെ കനലുകൾ നമ്മൾ നിരത്തിയിട്ടു. ഇനി എല്ലായിടത്തും ഒരേപോലെ ചൂട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിരത്തിയിട്ടു. അപ്പോൾ നമ്മുടെ ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബ്രെഡ് ഏകദേശം 1 മണിക്കൂറിന് ശേഷം അതിൻ്റെ ആ അച്ചിൻ്റെ ഒപ്പം, അത് നിങ്ങൾക്ക് കാണാം ആദ്യം ഇട്ടതും ഇപ്പോൾ ഇട്ടതും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഒപ്പം തന്നെ പൊങ്ങി വന്നു. അതായത് മണ്ടയിലോട്ടത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാറായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇനി അത് ഓരോന്നോരോന്നായി നമ്മൾ ബോർമയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ അച്ച് ഇതിൻ്റെ അത് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് ഇവർ 20 മിനിറ്റാണ് പറയുന്നത്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ബേക്ക് ആകുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് അച്ച് ഓരോന്നോരോന്നായി അതിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ ബോർമ വീണ്ടും തുറന്നു. ഇനി ഓരോ ബ്രെഡിൻ്റെ ഓരോ അച്ചെടുത്ത് തുറന്ന് നോക്കാം അത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. ഇത് നിങ്ങൾക്ക് കാണാം ഏകദേശം അതിൻ്റെ ടോപ്പ് വശം ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അത് ബേക്ക് ആയി എന്നാണ്. ഇനി അത് നമ്മൾ ഓരോന്നോരോന്നായി പുറത്തെടുത്തതിന് ശേഷം തണുപ്പിക്കാനായി വെച്ചതിന് ശേഷമാണ് പിന്നീട് അതെടുത്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കടകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ അച്ചുകൾ ഓരോന്നോരോന്നായി നമ്മൾ പുറത്തെടുത്തു. ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തിൻ്റെ ഇരിപ്പുണ്ട്. അത് നമ്മൾ അവസാനം വെച്ച അച്ചുകളായതുകൊണ്ട് അത് ആകാനായിട്ട് ഇച്ചിരി കൂടെ സമയമെടുക്കും. നമ്മൾ ആദ്യം വെച്ച അച്ചുകൾ നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം ഇത് പ്രോപ്പറായിട്ട് ആയോ ഇല്ലയോ എന്ന്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ നല്ല ഗോൾഡൻ കളറിൽ അതിൻ്റെ ടോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ബേക്ക് ആയി എന്നാണ് അതിന് അർത്ഥം. ഈ സമയത്തുണ്ടല്ലോ ബേക്കറി നിറച്ചൊരു പ്രത്യേക മണമാണ്. ആ വാനില എസൻസിൻ്റെയും ആ
മൊരിഞ്ഞ ബ്രെഡിൻ്റെയും നെയ്യിൻ്റെയും എല്ലാം മണവും കൂടെ കൂടി നല്ല മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഒരു മണമാണ്. ആ മൊരിഞ്ഞ ബ്രെഡ് അതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അടത്തിയെടുത്ത് ചെറു ചൂടോടുകൂടി ഒന്ന് വായി വെച്ച് കഴിച്ചു നോക്കണം. എൻ്റെ സാറേ, ആ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് നേരിട്ട് കഴിച്ചു നോക്കണം. എന്തായാലും ഞാൻ കഴിച്ചു നോക്കി, നല്ല അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.